ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ സഹോദരങ്ങളായി ജീവിക്കുന്ന അവസ്ഥയാണ്. അത് മാറ്റി മറ്റു പ്രദേശങ്ങളിലുള്ളതുപോലെ അടുക്കളയിൽ പാഞ്ഞു കയറി എന്താണ് ഇവിടെ വെച്ചിട്ടുള്ളത് നോക്കാൻ സംഘപരിവാറുകാർക്ക് അവസരം കൊടുക്കണോ? അതിന്റെ ഭാഗമായുള്ള ആക്രമണങ്ങൾ നടത്താൻ സംഘപരിവാറുകാർക്ക് അവസരം കൊടുക്കണം. ഈ കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ട, അതിനനുസരിച്ച നിലപാടെടുക്കേണ്ട ഒരു ഘട്ടമാണ്. മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. കേരളത്തിൽ തന്നെ വന്നു നിന്ന് ഈ പ്രഖ്യാപനം അമിത്ഷാ നടത്തിയിരിക്കുകയാണ്. ആ ഗൗരവത്തോടെ അതിനെ സമീപിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് എന്നതാണ് എനിക്ക് പ്രധാനമായും പറയാനുള്ളൊരു കാര്യം. ഇവിടെ ഇതെല്ലാം RSSന്റെ അജണ്ടയുടെ ഭാഗമാണ് എന്ന് നാം കാണണം. നേരത്തെ RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ കസബാല അദ്ദേഹം നമ്മുടെ ഭരണഘടനയിൽ നിന്ന് മതേതരത്വം, സോഷ്യലിസം ഇതുപോലുള്ള പദങ്ങൾ എടുത്തു കളയണം എന്ന് പരസ്യമായാണ് പറഞ്ഞത്. രാജ്യത്ത് മതനിരപേക്ഷത തകർക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടലുകളാണ് രാജ്യവ്യാപകമായി RSSന്റെ നേതൃത്വത്തിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവര് അതിന്റെ ഭാഗമായി നടത്തുന്ന അതിക്രമങ്ങൾ, ഛത്തീസ്ഗഡിലും മറ്റും ക്രൈസ്തവരുടെ നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ മുസ്ലിം വിഭാഗത്തിന് നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ, ഇതെല്ലാം അതീവ ഗൗരവമായി രാജ്യവും ലോകവും കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വസ്തുത. അവിടെയാണ് നാം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. എല്ലാം ഒരു അജണ്ടയുടെ ഭാഗമായി പോവുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം ആചരിച്ചപ്പോൾ ചെങ്കോട്ടയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതില് അദ്ദേഹം RSSനെ വലിയ തോതിൽ വിശേഷിപ്പിച്ചത് സ്തുത്യർഹമായ സേവനം നടത്തിവരുന്ന സംഘടന എന്നാണ്.